ഹലോ നമസ്കാരം എല്ലാവർക്കും കിസിൻസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ മത്തി മീൻ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും ഈ വീഡിയോ തുടർച്ച മുതൽ അവസാനം വരെ കാണുക. വളരെ എളുപ്പത്തിൽ നമുക്ക് മത്തിമീൻ വീട്ടിൽ പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേര് ഫ്ലാറ്റുകളിലൊക്കെയാണ് താമസിക്കുന്നത്. അപ്പം ഈ മീൻ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് അതിൻ്റെ ചെതുമ്പൽ എല്ലായിടത്തും ഇങ്ങനെ തെറിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. മാർക്കറ്റിൽ ഒരുപാട് നമുക്ക് ഗാഡ്ജറ്റ്സ് ഉണ്ട് ഈ ഫിഷിൻ്റെ സ്കെയിൽ റിമൂവ് ചെയ്യുന്നത്. പക്ഷേ അതൊന്നും ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് വർക്കായിട്ടില്ല. അങ്ങനെ ഞാൻ ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയത് എനിക്ക് വളരെ എഫക്റ്റീവായി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് വേണ്ട ആവശ്യമുള്ള ഒരേ ഒരു സാധനമാണ്, അത് ഈ ബാസ്ക്കറ്റാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് എടുക്കുക. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കണ്ണുള്ള ടൈപ്പ് എടുത്താൽ മതി. കാരണം വലിയ കണ്ണാകുമ്പം ചെതുമ്പൽ ഉള്ളിൽ കൂടെ ഇറങ്ങിപ്പോവും. അപ്പം എൻ്റെ ചട്ടിക്കുള്ളിൽ ഇറക്കി വെക്കുന്ന സൈസിനുള്ള ബാസ്ക്കറ്റാണ് ഞാനിപ്പോൾ വാങ്ങിയേക്കുന്നത്. നിങ്ങളുടെ ചട്ടിക്ക് ഏത് സൈസിനുള്ളത് ആ സൈസ് നിങ്ങൾക്ക് വാങ്ങാം. UAE-യിലുള്ളവർക്കാണെങ്കിൽ ഒരു 3-4 ദിർഹംസിന് നമുക്ക് ഈ ബാസ്ക്കറ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇവിടത്തേക്ക് 1/2 കിലോ മത്തി മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ആ ബാസ്ക്കറ്റിനകത്തോട്ട് മത്തിമീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ബാസ്ക്കറ്റും ഈ ചട്ടിയും കൂടെ ചേർത്ത് തന്നെ എൻ്റെ സിങ്കിനകത്തോട്ട് ഇറക്കി വെക്കുക ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ സിങ്കിനകത്തോട്ട് ഇറക്കി വെച്ചു. ഇനി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് ആ മീൻ മുങ്ങി നിൽക്കുന്നത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കും. വെള്ളം ഒഴിച്ചതിന് ശേഷം ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലയും വാലും വെട്ടി കൊടുക്കും. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് ഞാൻ പ്രത്യേകം ഒന്നും ഇടത്തില്ല, എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് തന്നെ ഇട്ട് കളയുക ചെയ്യുക. കാരണം അതിന് വേറെ വേറെ ഓരോ നേരത്തിന് എടുക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ടെക്നിക്കാണ് ഇതിൻ്റെ മെയിൻ ട്രിക്ക്. ഈ മീൻ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് ആ വെള്ളത്തിലോട് തന്നെ ചേർത്ത് വെച്ച് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കും. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ചെതുമ്പിൽ തെറിച്ച് എവിടെയും പോയി സ്റ്റിക്കാവത്തില്ല. അതാണ് അതിൻ്റെ മെയിൻ ഗുണം. പിന്നെ ഈ ബാസ്ക്കറ്റ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ ലാസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ തുടർച്ചയായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ലാസ്റ്റ് ഒരു ടെക്നിക്ക് ചെയ്യുന്നുണ്ട്. ആ ടെക്നിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആ മീനിൻ്റെ ഫുള്ള് വേസ്റ്റ് എവിടെയും പോവാതെ നമുക്കത് കിട്ടും. അപ്പം നിങ്ങൾ ആ വീഡിയോ ഇപ്പോൾ വരും, അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഈ മെത്തേഡിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും എളുപ്പമുള്ള ഒരു വീഡിയോ ആണ്. എല്ലാ വീട്ടമ്മമാർക്കും പുതിയതായിട്ട് താമസിക്കാൻ വരുന്ന എല്ലാവർക്കും കുക്കിംഗ് ഫിഷ് ക്ലീനിങ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ എൻ്റെ മീൻ ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ആ ബാസ്ക്കറ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് ആ മീനിൻ്റെ വേസ്റ്റുകളെല്ലാം ഒരു സൈഡിലോട്ടാക്കി വെച്ച് ഒതുക്കി കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം ആ സെയിം വെള്ളത്തിൽ തന്നെ ഞാനങ്ങ് മുക്കിയിട്ട് ഞാനതൊന്നും കൂടെ സൈഡിലോട്ടാക്കി ആക്കി അതിൻ്റെ എവിടെയെങ്കിലും ചെതുമ്പിൽ ഒട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സൈഡിലോട്ടാക്കി എടുത്തിട്ട് ഞാനത് ഒരു വേസ്റ്റ് ബാഗിലോട്ട് മാറ്റുകയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആ ഒരു ബാസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെന്ന് തോന്നിയാൽ അതിങ്ങനെ ചെതുമ്പിൽ അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിയിരിക്കും. അപ്പം അതും കൂടെ ഞാൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാനിപ്പോൾ ഈ സിങ്കിനകത്തോട്ട് ഈ വെള്ളം ഒഴിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും ഒരു തുള്ളി വേസ്റ്റ് സിങ്കിനകത്തോട്ട് പോയിട്ടില്ല. അപ്പം ഇനിയിപ്പം ഞാൻ ലാസ്റ്റ് ഒരു ഡ്രെയിനർ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. എത്ര വേസ്റ്റാണ് ഞാൻ ഈ 1/2 കിലോ മീൻ ക്ലീൻ ചെയ്തതിൽ എനിക്ക് കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കുക. ഈ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ചെതുമ്പൽ പോലും നമ്മുടെ സിങ്കിൽ വീഴാത്ത രീതിയിൽ നമുക്ക് മത്തിമീൻ ക്ലീൻ ചെയ്തെടുക്കാം. ഇതാണ് എനിക്ക് ആകപ്പാടെ കിട്ടിയ വേസ്റ്റ്. അതിൻ്റെ സ്കിന്നാണത്, അല്ല ചെതുമ്പലല്ല കിട്ടിയത്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മത്തിമീൻ വീട്ടിൽ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ജസ്റ്റ് ഞാൻ നോർമൽ യൂഷ്വൽ നമ്മൾ മീൻ ക്ലീൻ ചെയ്യുന്ന പോലെ 2 പ്രാവശ്യം ഉപ്പിട്ട് കഴുകി അതിനെ നീറ്റാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഓരോ 3-4 പ്രാവശ്യം ഞാൻ കഴുകും. അതിൻ്റെ ആ ഒരു ചുമന്ന നമ്മൾ മീൻ കഴുകുന്നതിനനുസരിച്ച് അതിനൊരു
കളർ വരും, ചുമന്ന വെള്ളം വരും. അപ്പോൾ അതിൻ്റെ അഴുക്കാണത്. അപ്പോൾ അത് പോയി നല്ല നീറ്റായിട്ട് വൈറ്റ് കളർ വെള്ളം വരുന്നത് വരെ ഞാൻ എൻ്റെ മീൻ കഴുകാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഫൗൾ സ്മെല്ല് വരാറുണ്ട് മീൻ. അപ്പം മത്തി എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുന്ന വീഡിയോ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മത്തി നല്ല നീറ്റായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഫ്രഷ് മീനായിരുന്നു ബേസിക്കലി. അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ബാസ്ക്കറ്റ് വാങ്ങിക്കുന്ന ഒരു പാടും മിക്ക വീട്ടിലും ഇങ്ങനത്തെ ബാസ്ക്കറ്റ് കാണാറുണ്ട്. അപ്പം എല്ലാവരും മത്തി മീൻ മേടിക്കുമ്പം പെട്ടെന്ന് ഈ ഒരു ടെക്നിക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും നമുക്കൊരു കിച്ചൺ മെസ്സി ആവത്തില്ല. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. കീപ് സപ്പോർട്ടിങ് ക്വിസീൻസ് ബൈ അമ്മു.